സാനുപ്പാ ഈ പെണ്ണ് എന്നും മാറ്റി ഇവിടെ വന്നു തീർക്കും. അന്റെ കണ്ടാവൂല. വേ പോയിക്കോ, മദ്രസ വല്ല് പഠിച്ചു. നോക്കി പോകണ്ടടാ, നായ്ക്കളൊക്കെ ഉള്ളതാണ്. നമ്മളെ സാനുപ്പാക്കേ ഉറങ്ങാനാണ് പൂതിയിടൂല. ഇനിയിപ്പൊ കഴിഞ്ഞല്ല, +2 ആയില്ലേ. +2 കഴിഞ്ഞേക്കഴിഞ്ഞപ്പോ ഓന്റെ പഠിപ്പ് നിർത്തണോ? ഓനെ ഞാനൊരേ മുത്താലിമാക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. ആ പൂതി നിങ്ങളെ മനസ്സിൽ വെച്ചാളി. ഇപ്പൊ തന്നെ ഓനെ മദർസക്ക് എന്തി തലയെ പറഞ്ഞേക്കുണ്ട്. ഓന്റെ പോക്ക് കണ്ടിട്ട് ഇച്ചും തോന്നിക്കോളൂ നബീസോ. എത്താപ്പ ഇങ്ങനൊക്കെ പോയിട്ട് ഒരു വിവരം ഓനില്ല. ഓപ്പൊ 2 ദിവസം മുന്നേ ആ മരുവിനാസുണ്ട് യാസീൻ ഓതണു. ഞാൻ വേറെ ഏതാ സൂറത്ത് ഓതുന്ന മാതിരി എച്ചു തോണ്ടത്. അഞ്ചാറ് ഓത്താണ്. ഉസ്താദ്മാര് പഠിപ്പിച്ചായിട്ടൊന്നും അല്ല. ഇവന്റെ മണ്ടിയിലൊന്നും കേട്ടില്ല. ഓൻ വേറെ എന്തെങ്കിലും ചിന്തയിലേക്കാരോ. ആ ചെറുക്കന്മാരോടെ കോറി വെട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നിന്നുണ്ടല്ലോ, കജ്ജും കാലും മുറിച്ചിട്ട് റോട്ടിന്റെ അരുവിലോട്ടും ഒരു കുട്ടി ചോദിച്ചാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആ കോടി ആളെ വരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാരും ഞങ്ങളെ എതിർത്താലേ ഇതിങ്കാട്ടും കൂടുതൽ ഇങ്ങനെ അനുഭവിക്കും. ഉസ്താദ അടക്കി ഇന്ത്യ സദർ ഉസ്താദ, ഞങ്ങളെ ഇവിടുന്ന് കണ്ടത് നന്നായി. ഞാനാണ് മദ്രസക്ക് വരികയായിരുന്നു. ഒരു കാര്യം പറയാണ്ടായിരുന്നു. ആ ഇന്ത്യ എൻ്റെ ഒരു കാര്യം പറയാണ്ട് എന്നെ പറഞ്ഞോളി. സ്കൂൾ ബസ് ഇപ്പൊ ആദ്യത്തെ പോലല്ല, കുറച്ച് നേരത്തെ വരികയാണ്. അപ്പൊ കുട്ടീനെ നിങ്ങളെ ഒരു 8 മണിയാകുമ്പോൾ ഒന്ന് പെരേക്ക് പറഞ്ഞേക്കിട്ടോ. ഇച്ച് പറഞ്ഞാക്കിയ കുഴപ്പമൊന്നുമില്ല. മദ്രസ തുടങ്ങൽ 7 മണിക്കാണ്. കുട്ടികൾ മദ്രസക്ക് എത്തുമ്പോൾ ഒരു 7:15 പിന്നെ ഇപ്പൊ 8 മണിക്ക് പറഞ്ഞാൽ എത്തപ്പോ കുട്ടികൾ പഠിച്ചാണുള്ളത്. നേരമില്ലല്ലോ. ഞാൻ എങ്ങനെ ചെയ്യാൻ തയ്യാറാണ്. ഞാനത് പറയാൻ കാരണേ സ്കൂൾ ബസിന്റെ സമയക്രമൊക്കെ മാറ്റിയിരിക്കണു, അതുകൊണ്ടാണ്. ഏറെക്കുറെ രക്ഷിതാക്കൾക്കൊക്കെ ആവശ്യം ഇങ്ങനെ തന്നെയാണ്. ഇത് മുന്നോട്ട് കൊണ്ടാൻ വലിയ പണിയാണ്. ഇപ്പൊ ഒരു പരിപാടി ഉണ്ട്. സ്കൂൾ യൂണിഫോം ഇട്ട് വരിക, കുറച്ചു നേരം മദ്രസ നിൽക്കുക, സ്കൂൾ ബസ് നേരെ കയറി പോവാ. ഇപ്പൊ ബസ് സ്റ്റോപ്പായി മാറിയൊക്കെ മദ്രസ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞേക്കാം. മദ്രസ ഇറങ്ങാനായിക്കോ, ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. ഇങ്ങനെ ഓടണേ എടി, ഞാനേ മീൻവണ്ടിന്റെ ഒച്ച കേൾക്കണു. കുറച്ച് മീൻ മേടിച്ചാൽ മതി പായാണ്. ആ താത്തങ്ങൾ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. അത് മീൻവണ്ടീന്റെ ഒച്ചയല്ല, അത് ഗ്യാസ് വണ്ടീന്റെ ഒച്ചയാണേ. എന്നാലും ഇച്ച് തോന്നിയത് ആ മീൻവണ്ടിന്റെ ഒച്ചയാണേന്നാ. ഇപ്പൊ ആ മീൻകാരൻ ചേക്ക അങ്ങോട്ടൊന്നും വരില്ലല്ലോ. എന്തേ ഇപ്പൊ അത് നാവലെ? ഓ എപ്പോഴെങ്കിലും ഒക്കെ വരവുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും മീനൊക്കെ വാങ്ങും. ഒക്കെ കടാണേ. പിന്നെങ്ങനെ വരിക? ഞാൻ ആ മീൻകാരൻ ചെക്കനെ 1 ഉറുപ്പിയും കൊടുക്കാല്ല. ഞാൻ പൈസ എടുത്തിട്ടുള്ളു വേങ്ങല്. നമ്മൾ രണ്ടാളും മാത്രമേ പൈസ കൊടുത്ത് മീൻ വാങ്ങലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കടാണ്. ഒന്നാള് പറയുന്നുണ്ട് അത്. നീ വഴിക്ക് ഞാൻ അങ്ങനെ വരൂല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് മീൻ വേണമെങ്കിൽ വിളിക്കാം. നമുക്ക് ഇനിയിപ്പോ വിളിച്ചെടുത്തൊന്നും വേണ്ട. ഒരു കർമ്മത്തിക്കായിട്ട് എട്ടിക്കാണ്ടേ കൂട്ടാൻ വെക്കട്ടെ. ഉണക്കലുണ്ട് നാള് കൊടുന്നത്. ആൾക്കാരെ മീൻ മേടിച്ചിക്കാണ്ട് പൈസ കൊടുക്കാതിരുന്നാ പിന്നെ ഓൻ എങ്ങനെ വരിക? ഓന്റെയും കുട്ടികളും ചെലവ് കഴിഞ്ഞ് പോകണ്ട. എന്തിമ്മ കിട്ടിയിട്ടാണ്ട് ഓന്? നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് അത്ത. ആ ചെക്കന് ഇപ്പൊ 11 കിട്ടിയിട്ട് വേണ്ട ആയിട്ടുള്ള പെരത്തെ ചെലവ് കഴിഞ്ഞു പോവാന്. നിങ്ങൾ കർമ്മത്തിക്കായ കുത്തുണ്ടെങ്കിൽ ഒന്ന് ഇട്ടോളിട്ടോ. ഞാൻ പറഞ്ഞാ മതിട്ടോ. ഇന്നെങ്ങനെ വിളിച്ചാർക്കുണ്ട്? ഇന്ന് അൽബുസ്താന്റെ അടുത്ത് സാൻപാക്ക് നല്ല അടിറ്റി. ആ എന്തിനാടോ അടിയിട്ടിയത്? എവിടെ കിട്ടി? അത് മമ്മ ഓത്ത് തെറ്റിട്ടാണേ ഇവിടെ അടിയിട്ടിയത്. ദത്ത സാനിപ്പ നല്ല അടിയിട്ടിക്കണല്ലോ. എന്താ അയാൾക്ക് ഇങ്ങനെയൊക്കെ കാട്ടിക്കണു? അയാളിങ്ങനെ എല്ലാരും തച്ചുകൊണ്ടാണ്. ഇന്ന് എനിക്കും കോയാക്കാന്റെ ചെക്കനാണ് അടിയിട്ടിയത്. ഓത്ത് തെറ്റിക്കുണിച്ചിട്ട് കുട്ടികളെങ്ങനെ അടിച്ചിക്കാണ്ട് കാലുമ്പോ അടിയാളം ഉണ്ടാക്കാന് അയാൾ എത്ര വിചാരിച്ചിക്കണോ? എത്ര നബീസജ്ജി പറയണ്ടേ ഇവിടുന്ന്? ഇങ്ങോട്ട് നോക്കി ഓരോ കാലുമക്ക് ഉസ്താദ് അടിച്ചതാണത്രേ. ആ നല്ല അടിയാളുണ്ടല്ലോ സാനുപ്പ. ഉസ്താദേ എന്നെ വെറുതെ ഒന്നും അടിച്ചിട്ടുണ്ടാവൂല. ഇജ്ജ് എന്തേലും കുരുത്തക്കേട് കാട്ടിയിട്ടുണ്ടാവും. ഇപ്പപ്പാ ഞാനൊരു കുരുത്തക്കേടും കാട്ടിയിട്ടില്ല. അയാൾ ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും അടി തന്നെയാണ്. ഈ ചെക്കനെ ഇമ്മാതിരി അടി അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉസ്താദിനോട് ഒന്ന് ചോദിച്ചാനാ വേണട്ടത്. ദത്താടി ഉസ്താദ്മാരോട് ചോദിച്ചാന്. പഠിച്ചില്ലെങ്കിൽ ഉസ്താദ്മാർ തല്ലൊക്കെ ജഡ്ജോ. അബ്ബാസും സുക്കൂറും പോയെന്നൊക്കെ ഓൾക്ക് അടിട്ടീനല്ലോ. അന്നൊക്കെ ഞാൻ ചോദിച്ചാ പോയിരുന്നു. നിങ്ങളെ ഉസ്താദ്മാരോട് ഇതൊന്നും പറയില്ല. ഉസ്താദ്മാരൊക്കെ നിങ്ങളെ ചെങ്ങായിമാരല്ലേ. ഏതായാലും അബ്ബാസ് ഒന്ന് വിളിച്ചട്ടെ. ഓനോട് ഞാൻ ഈ കാര്യം ഒന്ന് പറയുന്നുണ്ട്. സബീറാ അന്റെ ആക്കൊന്നില്ല. ഓ സ്കൂൾ ലീവാടാ. അതെന്താ? നമുക്കൊന്ന് ക്ലാസ്സിൽ അസൈൻമെന്റ് ചെയ്താണ്ട്. അപ്പൊ പരി കുത്തിരിക്കാണ്. ഉമ്മയുടെ വയറുവേന ഇറങ്ങാനാണ് പരി കുത്തിരിക്കുന്നത്. എടാ എന്റെ താത്തീന്ന് ലീവാക്കിക്കണു. ഓള് ചെവിയാനെ എന്നാ പറയുന്നുണ്ട്. ഓക്കൊന്ന് അസൈൻമെന്റ് ചെയ്താണ്ടാവൂലേ? മാഷ്മാരിങ്ങനെ പലതും പറയും. അതിങ്ങനെ എഴുതാൻ നിൽക്കണവരല്ലേ പെരിയിൽ ഇരിക്കണ തന്നെയാണ്.
സാനിപ്പ നിനക്ക് മനസ്സൊന്നല്ലേ പൊട്ടിട്ടില്ല എന്നിട്ട് പെരി പോയി പറഞ്ഞാ ഞാനേ പപ്പാനോടൊക്കെ പറഞ്ഞു. എന്റെ വല്യപ്പ മിസ്താനോട് ചോദിച്ചാൻ പോകണ്ടോ? വല്യപ്പേ ചോദിച്ചാൻ പോകുന്നൊന്നും തോന്നണില്ല. എന്റെ വാപ്പാക്കും അതേമാതിരി അടി കിട്ടിക്കുന്നാ വല്യപ്പ പറഞ്ഞത്. അതിനൊക്കെ ഇപ്പൊ ചോദിച്ചാൻ നിക്കാണോന്ന്. എടാ അജന്റെ വല്യപ്പാനോടൊന്നും പറഞ്ഞത് കാര്യം അജന്റെ ശുക്കൂറാപ്പാനോട് പോയി പറയാ. ശുക്കൂറാപ്പ ചോദിച്ചോളൂ ഉസ്താദിനോട്. ആ അൽബിവലിക്ക് അല്ലെങ്കിൽ ഒരു കൊമ്പ് ഏറെയാണ്. വേറെ എത്ര ഉസ്താന്മാരുണ്ട് നമ്മുടെ മദ്രസയില്? അയാൾക്ക് മാത്രം കുറച്ച് തെളി കൂടുതലാണ്. നമ്മളെ മദ്രസിലേ അത് പണ്ടൊക്കെ പണ്ടായില്ല ഉസ്താദാണ്. അയാളെ നെൽച്ചിനെ മാറ്റി കൊടുക്കണ്ടേ. ഞാൻ സ്കൂളിൽ വന്നാലേ ആപ്പാനോട് ചോദിച്ചാൻ പറയാം അയാളെ. നമ്മള് കൊറേ നേരം വർത്താനം പറഞ്ഞു നിൽക്കല് തുടങ്ങിയിട്ട് സ്കൂളിൽ ബെല്ലടിച്ചിട്ടുണ്ടാവും. ഞാൻ പോവാ. എന്നിട്ട് ഇപ്പപ്പാനോടും ഉമ്മമാരോടൊന്നും പറഞ്ഞില്ലേ? ഓലെന്താ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞതേ അത് ചോദിച്ചാൻ പോകാൻ പറ്റൂലെന്നാണ്. ഇജെന്തെങ്കിലും കുതിര കളിച്ചിട്ടുണ്ടാവും അപ്പ പറഞ്ഞു. അൽബിസ്ഥാനെ ഞാൻ ഒന്ന് കാണുന്നുണ്ട്, ഞാൻ ചോദിച്ചോളാം. അവൾക്ക് ചോദിച്ചാൽ പറ്റൂലെങ്കിൽ ഇജിപ്പോ മദ്രസിൽ ഇപ്പൊ എന്താ കാട്ടി? ഞാൻ എങ്ങനെ തല്ലാൻ മാത്രം? അതെ ഓതിയത് റെഡി ആവാത്തോണ്ടാണ്. അയാൾക്ക് എല്ലാരും ഇങ്ങനെ തന്നെ ഒരു തല്ലലാണ്. അങ്ങനെ നാളത്തോടു കൂടി അയാളെ തല്ലുള്ള മൂലി ഞാൻ കെടുത്തി കൊടുക്കാം. ഉസ്താദ് പോലും ഉസ്താദോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. എന്റെ മക്കളെ എന്തോ സ്ഥലങ്ങളുടെ കാരണൂര് അബ്ബാസിന്റെ മോനെ തച്ചു എന്ന് പറഞ്ഞിട്ടോ. ഓൻ മാണ്ടാത്തരം ചെയ്തപ്പോഴേ മുട്ടാക്കിപ്പെട്ട് ഒരടി അടിച്ചു. അതപ്പോ ചെയ്തത് ഞാൻ. മാണ്ടാത്തരം കാട്ടി തല്ല വേണ്ടത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഒരു മുട്ടിന്റെ താഴെ ഒരു അടി അടിച്ച് എന്താ ഇപ്പൊ സംഭവിക്കുക? ഒരു ഒന്നിനാണ്ടി പോകുന്ന കുട്ടിയല്ലേ, ഒരു 10-15 വയസ്സായി തുടങ്ങിയുള്ളതാണ്. ഓൻ പറഞ്ഞത് തീരെ കേൾക്കൂല. മറ്റുള്ള കുട്ടികളൊക്കെ പറഞ്ഞാൽ കേൾക്കും. ഓനും ആ കോയന്റെ മോനും തീരെ പറഞ്ഞാൽ കേൾക്കൂല. അതുകൊണ്ട് നിവൃത്തിയോട് ചെയ്താ ഞാനത്. ഇങ്ങക്കെതിരെ പല കംപ്ലൈന്റും നാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കുട്ടികളെ തല്ലിനെ കുറച്ച് കൂടുതലാണെന്നുള്ളത്. പിന്നെ നമ്മളെ കുടുംബത്തിലെ ചെക്കന്മാരെ തച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ വിവരം ഉണ്ടാവും. പിന്നെ ഈ നാട്ടിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ മനസ്സിലായിക്കൊണ്ട് നന്നായിട്ട്. കുട്ടികളെ ബൽപ്പിച്ചെടുപ്പൊന്നുമില്ല. അത് ഉള്ളോടത്ത് നിന്നാണോ ഇല്ലാത്തടത്ത് നിന്നുള്ള പ്രശ്നം. 16 പേരെ കുട്ടികളുണ്ട്. പക്ഷെ ആ കുട്ടികളെ അതിൻ്റെ കുട്ടി അത് മനസ്സിലായിക്കൊണ്ട് ഞാനേ കുട്ടികളെ കാണാത്ത ആളൊന്നുമില്ല. 4-5 കൊല്ലമായി മദ്രസയിൽ വന്നിട്ട് ഇന്ന് വരെ കുട്ടീനെ മാണ്ടാത്ത പണി ചെയ്തിട്ടില്ല. പറഞ്ഞത് കേറ്റി അങ്ങേ അറ്റെത്തിയപ്പോ ഞാൻ അടിച്ചേക്കേണ്ടത്. അത് നിങ്ങൾ എന്റെ മടി ചെയ്തോളൂ. ഞാൻ കൊല്ലാൻ തയ്യാറാ. നിങ്ങളെ ആ കള്ളക്കണ്ടീരൊന്നും എടുക്കണ്ട. ഞങ്ങൾ വിചാരിച്ച പലതും നാട്ടിൽ നടക്കും. നിങ്ങൾക്ക് മൂല്യന്മാർക്കുണ്ട് എന്തേലും പറയുമ്പോൾ നോക്കിച്ചില്ലേ? ഇങ്ങളെ കൊണ്ട് പലതും ചെയ്യാൻ കഴിയും. നിങ്ങൾ നാട്ടിൽ വേണ്ടപ്പെട്ട ആൾക്കാരാണ്, സ്വാധീനമുള്ള ആൾക്കാരാണ്. എന്നെ പോലൊക്കെ ഈ സാധാരണ മൂല്യന്മാരെ നിങ്ങൾക്ക് തച്ചു കൊല്ലാൻ കഴിയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കുട്ടികൾക്ക് ഒരു ദീന് പറഞ്ഞു കൊടുക്കുക. ഇതൊരു ശമ്പളം വിചാരിച്ചിട്ടോ കുറേ ഏറ്റുകൊണ്ട് പരി കുഴച്ചിട്ടല്ല. അതൊരു ദൈവത്തിന്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് മോഡിയോട് എന്നൊക്കെ ഇട്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ചോദിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ പോച്ച മാറ്റി ചോദിച്ചതന്നെ. നിങ്ങളെ ആ അഭിനയം കൊണ്ടൊന്നും കാര്യമില്ല. ആ നിങ്ങളെ തച്ച 2 കുട്ടികളെ പെരി പോയിട്ട് നിങ്ങൾ മാപ്പ് പറയണം. കുട്ടികളെ മാപ്പൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് മാണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറിത്തരാം. ഇച്ചിന്റെ കുട്ടികൾക്ക് അരിക്കുള്ള ഭാഗം എന്തെങ്കിലും ചെറുതായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞോട് പോകാൻ പറ്റും നിങ്ങൾ വിചാരിച്ചണ്ട. ഈ പെരാൾ പോയി കിടക്കുന്ന മാപ്പ് പറഞ്ഞില്ലെങ്കിലേ നിങ്ങളുടെ പേരിൽ പോസ്കോ കേസാണ് കൊടുക്കും. 90 ദിവസങ്ങൾ ജയിലിലാണ് കിടക്കും. വിവരം ഉണ്ടറിയും. അസ്സലാമു അലൈക്കും. നിങ്ങളെ ചുറ്റുവട്ടത്ത് കോരി അടുത്തിനീനെ അവിടെ ഉള്ളവർക്ക് ആർക്കും പ്രശ്നമില്ല. ഇങ്ങക്ക് മാത്രമുള്ള പ്രശ്നം. അതുകൊണ്ടല്ല ശുക്കൂറും കുഞ്ഞാനും നിങ്ങളെ പഞ്ഞി കിട്ടത്. ഇത് പറഞ്ഞതൊക്കെ ശരിയാണ്. അതോടിപ്പോ എനിക്ക് കിട്ടിയ ലാഭം എന്താ വെച്ചാൽ ആ കുഞ്ഞാന്റെ ചവിട്ട് കിട്ടിയിട്ട് ഇപ്പൊ മൂത്രം ശരിക്കും കൊണ്ട് ആദ്യം ഉറ്റി ഇങ്ങനെ പോവുകയും. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ല ഓലായിട്ട് കളിച്ചുള്ള അവസ്ഥ. ഓല് വെറും കള്ളും കഞ്ചാവുമാണ്. ഓൽക്ക് രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര പിടിപാടാണ്. ഓല് ഈ നാട്ടിൽ എന്ത് വിചാരിച്ചാലും നടക്കും. നിങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞോ? അത് ഞാൻ അറിഞ്ഞേക്കണു. ഓല ആ ഉസ്താദിനെ ഭീഷണിപ്പെടുത്തിയ കാര്യല്ലേ? ആ ഉസ്താദ് ഇവിടുന്ന് പോവാന്നാ പറഞ്ഞിട്ട്. അയാൾ നാട്ടിക്ക് പോകുന്നല്ലേ, അല്ലെങ്കിൽ കജ്ജും കാലും പോയെടുത്തു. ഈ സുക്കൂറിനും കുഞ്ഞാനും നാട്ടിൽ വെച്ച് പൊറപ്പിച്ചാൻ പാടില്ല. ഓരെ സപ്പോർട്ട് ചെയ്യണോലും മോശക്കാരാണ്. ഇപ്പോഴായതുകൊണ്ട് ഓർക്ക് നന്നായി. ഞാൻ പണ്ട് ആ കളരി അടിച്ചിരുന്ന കാലത്താണെന്നുണ്ടെങ്കിൽ എരങ്കോലേറ്റ് ഞാൻ പോലെ കജ്ജും കാലും ഓടിച്ചിട്ടിരുന്നു. നിങ്ങളെ കളറിന്റെ കഥക്കെ ഞാൻ പറഞ്ഞു കേട്ടപ്പോ പണ്ട് നമ്മളെ നാട്ടിൽ പ്രശ്നം നടക്കുമ്പോഴേ നിങ്ങൾ നെഞ്ചക്കെടുക്കാൻ മഞ്ചേരിക്ക് പോയി. പിന്നെ 3 മാസം കഴിഞ്ഞ അവിടെ വന്നതെന്ന് ഞാൻ അറിഞ്ഞത്. അല്ല സ്ഥലേ, നിങ്ങളിപ്പോ മദ്രസയിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് എടുത്തേക്കണോ പറഞ്ഞു കേട്ടോ. അതിപ്പോ എന്താ കാരണം? ഞാൻ ഒന്നുമില്ല, പെരിയിലൊക്കെ പോയിക്കാണ്ടേ ഒരു 5 ദിവസം 1 മാസമൊക്കെ നിന്നുകാണ്ടേ ഭാവിയിലും വേറെ ആളായി കൊടുത്തേക്കണം. ഇതിന് ബേരാച്ചിട്ടാണ്. എന്നാലും ഉസ്താദ് എന്തേലും ഒരു കാരണം ഉണ്ടാവും. നിങ്ങൾ എല്ലാം എന്നോട് തുറന്ന് പറയണ്ടാണല്ലോ. അല്ലാതെ ഇപ്പൊ നിങ്ങളിപ്പോ നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പൊ അങ്ങനെ ലീവ് എടുത്ത് പോക്കൊന്നുമില്ല. എന്താ ഇപ്പൊ സംഗതി? കുറച്ച് ദിവസം മുമ്പേ നിങ്ങളല്ലാത്തവരൊക്കെ അറിഞ്ഞേക്കണം. ഇപ്പത്
നമ്മളെ അബ്ബാസ് ഉണ്ടല്ലോ നിങ്ങളെ അബ്ബാസിന്റെ കുട്ടിയും ആ കോയാണ്ട് ചക്കനും ഇവർ കുറച്ച് മുതിർന്ന കുട്ടികളാണല്ലോ ഓല മതിർസിന്റെ മേലെ ആ കരണ്ട് പോകുന്നുണ്ട് അതാ ഇലക്ട്രിസിറ്റിക്കാരോട് നമ്മൾ കുറെ പറഞ്ഞിട്ട് അത് നേരാക്കാൻ ആ കുട്ടികൾ നല്ലോണം എത്തിയല്ലേ നമുക്ക് എത്തും അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല അപ്പൊ ഞാൻ അവിടെ പൂട്ടിട്ടേക്കണം ആട് കടക്കരുത് വെച്ചിട്ട് ഇവരെ കുത്തി തുറന്ന് കണ്ടു ചെയ്തേക്കണു ഓലെന്താ മാത്രം വേറെയും കുട്ടികൾ കഴിക്കണം ഇതാണ് വല്ലാത്തൊരു പേടി അപ്പൊ ഞാൻ കയ്യിന്ന് ബടിയോട് രണ്ടാക്കുമായിരുന്നു കൊടുത്തു മുട്ടിന് താഴെ ഈ കഥയൊക്കെ ഞാൻ പെരീന്ന് കേട്ടേക്കണു ഓനോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞേക്കണു ഇജ്ജെന്തേലും കുരുത്തക്കേട് കാട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടേക്കാരം ഉസ്താദ് എന്നെ തച്ചക്കുണ്ടെന്ന് അപ്പൊ ഓൻ എന്നോട് പറഞ്ഞ ഞാൻ ഓത്ത് കിട്ടായിട്ട് ഇന്ന് ഉസ്താദ് തച്ചതാണെന്നാ പറഞ്ഞത് അത് വെച്ച് തോണ്ടേ ഓനും അവന്റെ പെങ്ങളും കൂടി ഒത്ത് പറഞ്ഞതാണാ തോണ്ടത് ഇങ്ങനത്തെ കുരുത്തക്കേട് കാട്ടുകയാണെങ്കിൽ തല്ലന്നെ വേണം അതിനെത്തിനപ്പൊ നിങ്ങൾ പോവാൻ നിൽക്കണു ഞാൻ ചോദിച്ചാലൊന്നും വന്നിട്ടില്ലല്ലോ അപ്പൊ അതിന് നിങ്ങൾ ജയിച്ചാൻ പറ്റില്ലെന്ന് എനിക്കറിയാം നിങ്ങളാ ചെറിയ മോണ്ടല്ല സുക്കൂർ ഓൺ ആ പാർബിലെ കുഞ്ഞാനും കൂടി എൻ്റെ അടുത്ത് മങ്ങിയിരുന്നു നിങ്ങൾ എന്തിനാ കുട്ടീനെ അടിച്ചു ഞങ്ങളെ പോസ്കോ കേസ് പെടുത്തും നിങ്ങൾ ബടി ആദ്യം കണ്ടിട്ടില്ല ഞങ്ങൾ ആണ്ടാക്കും ഇങ്ങോട്ടാക്കും കുറെ പോക്കിത്തരാ പറഞ്ഞത് ഒരു ഉസ്താദിനോട് പറയാൻ പറ്റിയ രീതിയിലല്ല ഒരു വർത്താനം പറഞ്ഞു പക്ഷെ ഭയങ്കര സങ്കടമായി പോയി അപ്പൊ കുറച്ച് ദിവസം ഈ ആൾക്കാർ മുഖത്ത് നിന്ന് മാറിക്കാന്നുള്ള ആ നിലക്കാണ് ഞാൻ പോകാമെന്ന് എന്നാ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ പഠിച്ചോനെ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ മാത്രമേ അറിയാത്തുള്ളൂ ഓളൊപ്പം കൂടെ ആളുണ്ടാവും കൂടിക്കാണ്ടേ വല്ല കേസും കുലുമാലായി കഴിഞ്ഞാല് എന്തിനാ നമ്മൾ ഈ വയ്യാവേലിക്ക് കിട്ടുന്നത് ഈ വയസ്സുകാലത്ത് പോയി കിടക്കേണ്ട ഒരു അവസ്ഥ ഇനിയിൽ വരാൻ ഞാൻ ആകെ ആലോചിച്ചാണ് അപ്പൊ അതാ മാറിക്കാറ് ഇങ്ങനത്തെ സംഗതികളെ പല മൂല്യന്മാരെതിരെ നടക്കുന്നുണ്ട് അതിനൊന്നേ നിങ്ങൾ നാട്ടിക്കൊന്നും പോവാൻ നിൽക്കണ്ട നിങ്ങൾ മദ്രസ തന്നെ പഠിപ്പിച്ചൂടി ഇന്റെ മോനല്ല ഒന്നിപ്പോ നിങ്ങളെന്ന് കണ്ട് ഭീഷണിപ്പെടുത്തിയാറുണ്ട് അത് ഞാൻ അറിഞ്ഞിട്ടില്ല ഓനെ നിലക്കിർത്താനൊക്കെ ഇന്നെക്കൊണ്ട് കജ്ജു ഓൻ നിങ്ങളെ നടലേക്ക് വന്ന് കയറേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല ഞാൻ പെരീക്കാണ് ചെല്ലട്ടെ നിങ്ങൾ ഈ മാലിൽ തന്നെ നിൽക്കണം അതാ എന്റെ അഭിപ്രായം പൊന്നാര മക്കളെ നമ്മളെ കുട്ടികളെ ഉസ്താദിന്റെ അടുത്ത് നിന്ന് തല്ലെന്തേലും മേടിച്ചു കൊണ്ട് പെരീക്ക് വന്നാലേ നമ്മള് രക്ഷിതാക്കളെ അതിന്റെ പേരില് ആ ഉസ്താദിന്റെ നെഞ്ഞത്തേക്ക് കയറുന്ന ഒരു പരിപാടി പല മാലുകളിലും നടക്കുന്നുണ്ട് നിങ്ങൾ എന്താ ആലോചിച്ച് നോക്കി നമ്മള് കുട്ടിയായ കാലത്ത് ഉസ്താദിന്റെ അടുത്ത് എത്ര തല്ല് നമുക്കൊക്കെ കിട്ടിക്കണു നമ്മൾ ആരെങ്കിലും നമ്മളെ പേരിൽ വന്ന് പറയലുണ്ടോ നമ്മളെ വാപ്പാരന്മാരെ ചോദിച്ചാൻ പോയിനോ ഇപ്പൊ തുടങ്ങിയ ഓരോ സമ്പ്രദായങ്ങളാണ് ഒരു മാഷന്മാരാണെങ്കിലും ടീച്ചർമാരാണെങ്കിലും ഉസ്താദ്മാരാണെങ്കിലും നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾക്കാരും വെറുതെ നമ്മളെ മക്കളെ ഒന്നും തല്ലൂല എന്തെങ്കിലുമൊക്കെ വികൃതി കാട്ടേണ്ടതിനാണ് തല്ലേണ്ടത് തച്ച് വളർത്തണം എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ തല്ലാതെ വളർത്തിയതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇപ്പൊ ഈ രൂപത്തിലാവുന്നത് അതുകൊണ്ട് നമ്മൾ ഉസ്താദ്മാരെത്തും മാഷന്മാരെത്തും ടീച്ചർമാരെത്തും നമ്മളെ കുട്ടിനെ തച്ചക്കുന്ന പേരും പറഞ്ഞു കാണ്ടേ ഓരോരുത്തർക്ക് നെഞ്ഞത്തേക്ക് കയറങ്ങൾ ആരും പോകരുത് അതാണ് ഈ വീരങ്കാക്ക നിങ്ങളോട് പറയാനുള്ളത്